നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരിങ്കണ്ണൻ അഥവാ കരിങ്കണ്ണ് എന്നത് കേരളത്തിലെ ജനവിശ്വാസങ്ങളിൽ സാധാരണയായി അസൂയയുള്ള ദൃഷ്ടി, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാത്ത മനോഭാവം, ദൃഷ്ടിദോഷം എന്നിവയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പദമാണ്. എന്നാൽ ഒരാളുടെ കണ്ണിൻ്റെ നിറമോ രൂപമോ നോക്കി ആരാണ് കരിങ്കണ്ണൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അതുപോലെ ഒരാളെ ഇത്തരത്തിലുള്ള പേരുകളാൽ തിരിച്ചറിയാനും സാധിക്കില്ല. ഒരാളുടെ സ്വഭാവം അവരുടെ പ്രവൃത്തിയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പരമ്പരാഗത വിശ്വാസങ്ങളും ആത്മീയ കാഴ്ചപ്പാടുകളും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരാളെ വെറും ലക്ഷണം നോക്കി അയാൾ കണ്ണേറ് ഇടുന്ന ആൾ എന്ന് ഉറപ്പാക്കാൻ കഴിയില്ല. മനുഷ്യരുടെ പെരുമാറ്റവും സ്വഭാവവും മനസ്സിലാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. ആദ്യം നമുക്ക് കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷം എന്താണെന്ന് നോക്കാം. കേരളം ഉൾപ്പെടെ പല സംസ്കാരങ്ങളിലും കാണുന്ന ഒരു ജനവിശ്വാസമാണ് ഒരാളുടെ അസൂയ, അമിതമായ ആകർഷണം, നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ദോഷകരമായ ദൃഷ്ടി മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രതികൂല സ്വാധീനം ഉണ്ടാക്കുന്നു എന്നാണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ആശയം. ജനവിശ്വാസപ്രകാരം ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യം, സൗന്ദര്യം, ആരോഗ്യം, സമ്പത്ത്, വിജയം, സന്തോഷം എന്നിവയെ മറ്റൊരാൾ അസൂയയോടെ നോക്കുമ്പോൾ അത് കണ്ണേറ് ആയി കണക്കാക്കപ്പെടുന്നു. ഇതിനോടൊപ്പം ദൃഷ്ടിദോഷം ബാധിച്ചാൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ചില ലക്ഷണങ്ങൾ കൂടി പറയേണ്ടി വരും. ഒന്നാമത്തേത് കാരണമില്ലാത്ത അസ്വസ്ഥത അല്ലെങ്കിൽ മാനസിക വിഷമം. രണ്ടാമത്തേത് വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേതാണ് നല്ല കാര്യങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടുന്നു എന്ന തോന്നൽ. നാലാമത്തേതാണ് കുട്ടികൾക്ക് അസാധാരണമായ കരച്ചിൽ അല്ലെങ്കിൽ അസ്വസ്ഥത. അഞ്ചാമത്തേത് ആത്മവിശ്വാസം കുറയുന്ന അനുഭവം. എന്നിവയൊക്കെ ദൃഷ്ടിദോഷം കൊണ്ട് ഉണ്ടാകുന്നു. മനുഷ്യൻ്റെ ചിന്തകൾക്കും വാക്കുകൾക്കും ഊർജമുണ്ടെന്നാണ് പല ആത്മീയ പരമ്പരകളും വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോവുകയായിരുന്നു, പക്ഷെ പെട്ടെന്ന് പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്തുകൊണ്ട്? സന്തോഷകരമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞതിന് ശേഷം തടസ്സങ്ങൾ വരുന്നത് എന്തുകൊണ്ട്? ചിലരുടെ സാന്നിധ്യം വന്നാൽ നമുക്ക് ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? പാരമ്പര്യ വിശ്വാസങ്ങളിൽ ഇതിനെ കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷമെന്നാണ് പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കണ്ണേറ് ഇടുന്നവരായി വിശ്വാസങ്ങളിൽ പറയപ്പെടുന്നവരുടെ 7 സ്വഭാവ ലക്ഷണങ്ങളെ കുറിച്ചാണ്. മുഴുവനും കേൾക്കുക. കാരണം ഇത്തരക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇതിനുള്ള പരിഹാരങ്ങളും പറയാം. ഒന്നാമത്തെ ലക്ഷണം, മറ്റുള്ളവരുടെ ഉയർച്ചയും സന്തോഷവും അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സുള്ളവർ. ഒരാൾ പുതിയ വീട് വാങ്ങിയാലോ ജോലി നേടിയാലോ മുന്നേറിയാലോ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നതിന് പകരം ഓ ഇത് എത്ര നാൾ ഉണ്ടാകും, ഇതിന് പിന്നിൽ എന്തോ കാരണമുണ്ടാകും എന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നു. ആത്മീയ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നവരാണ് ശുദ്ധമായ മനസ്സുള്ളവർ എന്ന് പറയുന്നത്, അല്ലേ? രണ്ടാമത്തെ ലക്ഷണമാണ് അസൂയ നിറഞ്ഞ ചിന്തകൾ. ഈ അസൂയ എന്നത് മനുഷ്യരിൽ സ്വാഭാവികമായി വരാവുന്ന ഒരു വികാരം തന്നെയാണ്. എന്നാൽ അത് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് പ്രശ്നമാകുന്നു. മറ്റുള്ളവരുടെ കഴിവ്, സമ്പത്ത്, ബന്ധങ്ങൾ, വിജയം എന്നിവയെ നിരന്തരം താരതമ്യം ചെയ്യുകയും അതിൽ വിഷമിക്കുകയും ചെയ്യുന്ന മനോഭാവമുള്ളവർ. ആത്മീയമായി പറയുമ്പോൾ അസൂയ മനസ്സിലെ ഊർജത്തെ ദുർബലമാകുന്നു. ഇത് ഓർത്തു വയ്ക്കുക.
മൂന്നാമത്തേതാണ് പുറമെ പ്രശംസിക്കുകയും ഉള്ളിൽ നെഗറ്റീവ് ചിന്തിക്കുകയും ചെയ്യുന്നവർ. ചിലർ നമ്മളെ വളരെയധികം പ്രശംസിക്കും. നിങ്ങളെപ്പോലെ വേറെ ആരുമില്ല, അതുപോലെ നിങ്ങളുടെ ഭാഗ്യം വളരെ വലുതാണ് എന്നൊക്കെ പറയും. എന്നാൽ അതിന് പിന്നിൽ സത്യസന്ധമായ സന്തോഷമല്ലാതെ അസൂയയോ നെഗറ്റീവ് ചിന്തകളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ അവരുടെ തുടർന്നുള്ള പെരുമാറ്റത്തെ ശ്രദ്ധിച്ചാൽ മതി. വാക്കുകളേക്കാൾ പ്രധാനമാണ് ഒരാളുടെ മനോഭാവവും പെരുമാറ്റവും. നാലാമത്തെ ലക്ഷണമാണ് ഇവർ മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ അമിത താല്പര്യം കാണിക്കും. അതെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും. വീട്ടിലെ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഭാവി പദ്ധതികൾ എന്നിവയെക്കുറിച്ച് അമിതമായി അന്വേഷിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കേണ്ടതില്ല. കാരണം നമ്മുടെ സമാധാനവും സ്വകാര്യതയും സംരക്ഷിക്കുക എന്നത് നമ്മുടെ മാത്രം കടമയാണ്. അഞ്ചാമത്തെ ലക്ഷണമാണ് എപ്പോഴും നെഗറ്റീവ് വാക്കുകൾ പറയുന്നവർ. ഇവർ കൂടുതലും നിരാശപ്പെടുത്തുന്ന വാക്കുകളെ പറയൂ. ഉദാഹരണം, ഇത് നടക്കില്ല, നിങ്ങൾക്ക് സാധിക്കില്ല, ഇതിൽ പരാജയപ്പെടും എന്നിങ്ങനെ പറയുന്നവർ. മനുഷ്യൻ്റെ വാക്കുകളിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് പോസിറ്റീവ് ചിന്തയുള്ള ആളുകളെ തിരഞ്ഞെടുക്കണമെന്ന് പൂർവാചാര്യന്മാർ പറയുന്നത്. ആറാമത്തെ ലക്ഷണമാണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ സന്തോഷിക്കുന്നവർ. മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോൾ സന്തോഷം തോന്നുന്ന മനസ്സുള്ള വ്യക്തി. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ വിജയ സമയത്ത് മാത്രമല്ല, മറ്റുള്ളവരുടെ വിഷയസമയത്ത് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ കാണാം. കരുണയും സഹാനുഭൂതിയും ഉള്ള മനസ്സാണ് ആത്മീയ വളർച്ചയുടെ അടയാളം. ഏഴാമത്തെ ലക്ഷണം, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മളോടുള്ള അടുത്ത ബന്ധം ഉപയോഗിച്ച് ദോഷകരമായി പെരുമാറുന്നവർ. വിശ്വാസം നേടിയ ശേഷം നമ്മുടെ ദൗർബല്യങ്ങൾ ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടാവും ഇവർക്ക്. നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുക, നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക. ഇത്തരം സ്വഭാവക്കാരിൽ നിന്ന് ജാഗ്രത പാലിക്കണം. ഇനി പാരമ്പര്യമായ ആത്മീയ സ്വയം സംരക്ഷണ മാർഗങ്ങൾ കൂടി പറയാം. ദിവസവും പ്രാർത്ഥനയും ധ്യാനവും ചെയ്യുക. ഭവനത്തിൽ ശുദ്ധമായ അന്തരീക്ഷം നിലനിർത്തുക. നല്ല ചിന്തകൾ വളർത്തുകയും നല്ല വാക്കുകൾ മാത്രം പറയുക. ഇഷ്ടദേവത അതുപോലെ കുലദേവത ഇവരുടെ നാമം ജപിക്കുക. അമിതമായ ഭയത്തിന് പകരം ആത്മവിശ്വാസം വളർത്തുക. ഭയം അല്ല, മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയ സംരക്ഷണം എന്ന കാര്യം ഓർക്കുക. ദൃഷ്ടിദോഷം നമ്മുടെ സംസ്കാരത്തിലെ വളരെ പഴക്കമുള്ള ഒരു വിശ്വാസമാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ബന്ധങ്ങളും ശരിയായ രീതിയിൽ സൂക്ഷിക്കുക എന്നത്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.